ജയ്പൂരിൽ ഒരു നടപടിക്ക് പോയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഒരു കയ്യേറ്റമുണ്ടായി. കയ്യേറ്റം എന്ന് പറഞ്ഞാൽ വെറും കയ്യേറ്റമല്ല, അവർക്ക് നേരെ അതിഭീകരമായ കല്ലെറിയലുണ്ടായി. ഒരുപക്ഷെ നമ്മൾ ഈ കശ്മീരിലൊക്കെ കണ്ടുവരുന്നതിന് സമാനമായ രീതിയിലുള്ള കല്ലെറിയൽ. അതിനുശേഷം ജയ്പൂരിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ആ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ വിവാദം എന്താണ് എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. അതായത് 2025 ഡിസംബർ അവസാന വാരത്തിൽ ചോമുന ബസ് സ്റ്റാൻഡ് പ്രദേശത്തെ കലന്താരി പള്ളിക്ക് സമീപം വർഷങ്ങളായി കിടന്നിരുന്ന കല്ലുകളും ഇരുമ്പ് കൈവരികളും നീക്കം ചെയ്യുന്ന പ്രക്രിയ ആരംഭിച്ചു. ഈ സമ്മർദ്ദങ്ങൾ കാരണം ഗതാഗത കുരുക്കിന്റെ നിരന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ഭരണകൂടം പറയുന്നു. ഡിസംബർ 25 രാത്രി പള്ളി കമ്മിറ്റിയും മുനിസിപ്പൽ കോർപ്പറേഷനും തമ്മിലുള്ള ചർച്ചകൾക്ക് ശേഷം കല്ലുകൾ നീക്കാനുള്ള ധാരണയിലെത്തി. ഡിസംബർ 26 രാവിലെ പോലീസ് കൈവരികൾ നീക്കം ചെയ്യാൻ തുടങ്ങിയപ്പോൾ നാട്ടുകാർ ശക്തമായി പ്രതിഷേധിച്ചു. സംഘർഷഭരിതമാവുകയും സ്ഥിതിഗതികൾ പെട്ടെന്ന് അലങ്കോലപ്പെടുകയും ചെയ്തു. ജനക്കൂട്ടം പോലീസിന് നേരെ പൊടുന്നനെ കല്ലെറിയാനും തുടങ്ങി. ആക്രമണത്തിൽ നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റു. സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ പോലീസിന് കണ്ണീർ വാതകവും ലാത്തിച്ചാർജും പ്രയോഗിക്കേണ്ടി വന്നു. സ്ഥിതിഗതികൾ വഷളാകാതിരിക്കാൻ ഇന്റർനെറ്റ് സേവനങ്ങളും താൽക്കാലികമായി വിച്ഛേദിക്കേണ്ടി വന്നു. കല്ലെറിഞ്ഞ 24 പേരുടെ വീടുകൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ പോലീസ് അവിടെ പോയത് വഴിയിൽ കിടക്കുന്ന കമ്പികളും മറ്റ് കല്ലുകളും നീക്കം ചെയ്യാനാണ്. പക്ഷേ പോലീസിന് നേരെ കല്ലേറുണ്ടായപ്പോൾ ഈ പള്ളിക്ക് സമീപമുള്ള 24 പേരുടെ വീടുകൾക്ക് പിന്നീട് പോലീസ് നോട്ടീസ് നൽകി. നോട്ടീസ് നൽകിയ ശേഷം കഴിഞ്ഞ ദിവസം ജയ്പൂരിൽ ഈ കല്ലെറിഞ്ഞ 24 പേരുടെ വീടുകളും ബുൾഡോസർ രാജ്യപ്രകാരം ഇടിച്ച് തകർത്തു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പോലീസിനെ ആക്രമിച്ച 110ലധികം പേർക്കെതിരെ കേസെടുത്തു, അവരെ കസ്റ്റഡിയിലെടുത്തു. അതേസമയം 24 പേർക്കെതിരെ പരാതി രജിസ്റ്റർ ചെയ്തു. 3 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഈ 24 പ്രതികളുടെയും വീടുകളിൽ ഭരണകൂടം നോട്ടീസ് നൽകി. 20 അനധികൃത അറവുശാലകളും മറ്റ് 4 ഘടനകളും നീക്കം ചെയ്യാൻ ഡിസംബർ 31-നകം സമയപരിധിയും നൽകിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. വെറും കല്ലും കമ്പിയും മാറ്റാൻ പോയ പോലീസാണ്. ആ പോലീസിന് നേരെ കല്ലേറുണ്ടായപ്പോൾ പോലീസിന് പന്തികേട് തോന്നി, പരിശോധിച്ചു. അതിനുശേഷം 24 വീടുകളും അനധികൃത നിർമ്മാണങ്ങളും എല്ലാം പൊളിച്ചു മാറ്റാനുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിശ്ചിത സമയപരിധിക്കുള്ളിൽ മറുപടി ലഭിക്കാതിരുന്നതിനാലും സമ്മർദ്ദത്തിൽ നിന്ന് ആശ്വാസം ലഭിക്കാതിരുന്നതിനാലും ഭരണകൂടം ബുൾഡോസറിന്റെ സഹായത്തോടെ അനധികൃതമായിട്ടുള്ള കെട്ടിടങ്ങൾ, റാമ്പുകൾ, പ്ലാറ്റ്ഫോമുകൾ എന്നിവ പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ചു. അത് ചെയ്തിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. കോടതി നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി സ്വീകരിക്കുന്നതെന്ന് ഭരണസമിതി ഉദ്യോഗസ്ഥർ പറഞ്ഞു. ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും കയ്യേറ്റം ഒഴിപ്പിച്ചിട്ടില്ല. മറുവശത്ത് മതിയായ സമയം നൽകാതെ ഭരണകൂടം പൊളിച്ചു മാറ്റുകയായിരുന്നുവെന്നും ഇതുമൂലം വലിയ സാമ്പത്തിക നഷ്ടം സംഭവിച്ചുവെന്നും ഈ അവിടെയുള്ള ആൾക്കാർ ആരോപിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ചോമു നഗറിലുടനീളം പോലീസ് ഫ്ലാഗ് മാർച്ചുകൾ നടത്തുകയും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.